ആദ്യമേ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെയും തിരുകുമാരൻ്റെയും പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സ്വപ്ന. ഞാൻ ബഹ്റിൽ നിന്ന് വരുന്നു. അവിടെ നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഞാൻ 20/4/2022 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എല്ലാ നേഴ്സുമാരെയും പോലെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു OET എക്സാം പാസ്സാവുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് അത് എനിക്ക് വലിയൊരു കടമ്പയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഉടനടി ഡേറ്റ് എടുത്ത് ഞാൻ എക്സാം എഴുതി. എങ്കിലും എനിക്ക് പാസ്സാവാനായി സാധിച്ചില്ല. കാരണം ഞാൻ ഉടമ്പടി നിബന്ധനകൾ കറക്റ്റായിട്ട് പാലിച്ചില്ലായിരുന്നു. പിന്നീട് ഞാൻ അമ്മയിൽ നിത്യമായി വിശ്വസിക്കുകയും ഉടമ്പടി കാര്യങ്ങൾ ഞാൻ നിർബന്ധപൂർവ്വം കറക്റ്റായി ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് OETക്ക് UK സ്കോർ തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും അധികമായിട്ട് പറയാനുള്ളത്, എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന സ്ഥിരമായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന സ്ഥിരമായിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എപ്പോഴും എന്തെങ്കിലും മുടക്കങ്ങൾ പറയുമായിരുന്നു. പിന്നീട് ഇപ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വൈകിയാൽ എപ്പോഴും വിളിക്കുന്നത് എൻ്റെ ഭർത്താവാണ്. അതുപോലെ തന്നെ 20 വർഷമായിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു ഭവനം വേണമെന്നുള്ളത്. അങ്ങനെ ഈശോയിലും അമ്മ മാതാവിലും അടിയുറച്ച് വിശ്വസിച്ചതും കൊണ്ടും എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും അടിയുറച്ച് ഞങ്ങൾ ചെയ്തതുകൊണ്ടും ഞങ്ങൾക്ക് തടസ്സമില്ലാതെ ഒരു ഭവനം തന്ന് അമ്മ മാതാവും തിരുകുമാരനും ഞങ്ങളെ സഹായിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം അധികമൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് ദിവസവേതനത്തിനായി ജോലിക്കിരിക്കുന്നവർക്കായിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു. സ്ഥിരമായിട്ട് ബൈബിൾ വചനവും യൂട്യൂബ് സാക്ഷ്യങ്ങളും ധ്യാനവും ഷെയർ ചെയ്യുകയും ജോലിസ്ഥലത്ത് ആവശ്യമുള്ളവർക്ക് സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ അമ്മയും തിരുകുമാരനും തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾക്ക് കോടി നന്ദി ഞാൻ പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 4-ാം തിരുവചനം. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. സ്വപ്ന ജോസ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൽ ലഭിച്ച ഉടമ്പടി അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. പലതവണ OET പരീക്ഷ എഴുതി പരാജയപ്പെട്ട സഹോദരിയാണ്. ഉടമ്പടി പ്രാർത്ഥനയെടുത്ത് അതിൻ്റെ നിബന്ധനകൾ കൃത്യതയോടുകൂടി പാലിച്ച് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ തന്നെയും തൻ്റെ കുടുംബത്തെയും എളിമയോടെ വിശ്വസ്തയോടുകൂടി സമർപ്പിച്ച് ജീവിച്ച നാളുകളിൽ OET പരീക്ഷ എഴുതുകയും അത് UK സ്കോർ ലഭിച്ച് മകൾക്ക് അത് കൃപയായ അനുഗ്രഹമായി മാറിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഏറെ നാളായുള്ള പരിശ്രമമാണ് സ്വന്തമായൊരു വീട് നിർമ്മിച്ചെടുക്കുക. 20 വർഷത്തോളം കാത്തിരുന്നിട്ട് കുടുംബം ഈ സുരക്ഷിതമായി നല്ലൊരു ഭവനം നാട്ടിൽ പണിയുവാൻ സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം കുടുംബത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും എന്തെങ്കിലും തടസ്സം കൊണ്ട് മുടങ്ങിപ്പോവുക, അല്ലെങ്കിൽ എല്ലാവരും ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും വീടിനകത്തില്ലാത്ത സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഉടമ്പടി പ്രാർത്ഥനയിലേക്ക്